പൈതൃക സ്മാരകമായ ചിറ്റലഞ്ചേരി ഉങ്ങിൻചുവട്ടിലെ കരിങ്കൽ അത്താണി തകർത്ത് ഉങ്ങുമരം മുറിച്ചുമാറ്റിയ സംഭവം റവന്യൂ വകുപ്പ് നടപടിക്കൊരുങ്ങുന്നു. അത്താണി തകർത്ത സംഭവം UTV സംപ്രേഷണം ചെയ്തിരുന്നു. ചിറ്റലഞ്ചേരി നാടിന്റെ പേര് പോലെ പൈതൃകമായി നിന്ന കരിങ്കല്ലത്താണി തകർത്തതിലും ഉങ്ങുമരം മുറിച്ചതിലും റവന്യൂ അന്വേഷണം തുടങ്ങി. മേലാർക്കോട് പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ഉങ്ങിൻചുവട്ടിലെ മരവും കരിങ്കല്ലത്താണിയുമാണ് തകർത്തത്. ഈ ഭാഗത്ത് പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് വഴിയൊരുക്കാൻ സ്ഥലമുടമ ചെയ്തു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. 180 വർഷത്തിലേറെ പഴക്കമുള്ള കരിങ്കല്ലത്താണിയാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചുമാറ്റി തൊട്ടടുത്ത പോത്തുണ്ടി ജലസേചന കനാലിന്റെ വശത്ത് കൊണ്ടിട്ടതെന്ന് നാട്ടുകാർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. യന്ത്രം ഉപയോഗിച്ച് അത്താണി മാറ്റിയതിനെ തുടർന്ന് രണ്ടായി പിളർന്നു. പൈതൃക സ്മാരകമായി സംരക്ഷിക്കേണ്ട അത്താണി തകർത്ത സംഭവത്തിൽ മേലാർക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം A. അജിതയും ആലത്തൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പരാതിയെ തുടർന്ന് അത്താണി പുനഃസ്ഥാപിക്കാൻ കടയുടമയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. പൊട്ടിയ അത്താണി പഴയ രൂപത്തിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാതെ വന്നതോടെ ഇരുമ്പ് പൈപ്പ് വെച്ച് അതിനു മുകളിൽ പൊട്ടിയ കരിങ്കല്ല് വെക്കുകയായിരുന്നു. ഇരുമ്പ് പൈപ്പിൽ നിൽക്കുന്ന കരിങ്കൽ ഏതു സമയത്തു വീഴാനും സാധ്യതയുള്ളതിനാൽ അപകട ഭീഷണിയുമാണ്. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ആലത്തൂർ തഹസിൽദാർക്കും ആലത്തൂർ പോലീസിലും പരാതി നൽകിയിരുന്നു. കെട്ടിടത്തിനു മുമ്പിലെ സ്ഥലത്തെ മണ്ണും കല്ലുകളും പോത്തുണ്ടി ജലസേചന കനാലിൽ കൊണ്ടിട്ടത് നീക്കണമെന്നാവശ്യപ്പെട്ട് ജലസേചന വകുപ്പ് അധികാരികളും സ്ഥലമുടമയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. കരിങ്കല്ലത്താണി തകർത്ത സംഭവത്തിൽ ലഭിച്ച പരാതിയിൽ മേലാർക്കോട് വില്ലേജ് ഓഫീസർക്ക് അന്വേഷണം കൈമാറിയിട്ടുണ്ട്. പൈതൃകമായി സംരക്ഷിക്കേണ്ട കരിങ്കല്ലത്താണി നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച് വില്ലേജ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ തഹസിൽദാർ K. ശരവണൻ പറഞ്ഞു. ഒരു സ്ഥലത്തിന് തന്നെ പേര് വരാൻ കാരണമായിട്ടുള്ള ഉങ്ങിൻചുവട് എന്ന സ്ഥലത്ത് ഉങ്ങുമരവും ഒരു അത്താണിയും ചുമട് താങ്ങിയായിട്ടുള്ള അത്താണിയും ഒരു സ്വകാര്യ വ്യക്തി നശിപ്പിച്ചു എന്നുള്ളൊരു പരാതി കഴിഞ്ഞ ദിവസം ഈ ഓഫീസിൽ ലഭിക്കുകയുണ്ടായി. ആ പരാതി അന്വേഷണത്തിനായി നിലവിൽ നമ്മൾ മേലാർക്കോട് വില്ലേജ് ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ഈ മരവും ഈ അത്താണിയും നിന്നിരുന്നത് ഏത് സർക്കാർ ഉടമസ്ഥതയിലുള്ള PWD റോണാണോ റവന്യൂ ആണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തി ബന്ധപ്പെട്ട വകുപ്പ് മുഖേന നടപടി സ്വീകരിക്കുന്നതിന് വേണ്ട നിർദ്ദേശം നൽകുന്നതാണ്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്താണികളും കരിമ്പനകളും നമ്മുടെ ജില്ലയുടെ തന്നെ ഒരു പൈതൃക സ്വത്താണ്. അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പാലക്കാട്ടുകാരായ ഓരോരുത്തരുടെയും കർത്തവ്യം കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.